ഭയങ്കര ഡേഞ്ചർ ഭയങ്കര സൈഡ് 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 എല്ലാവർക്കും വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണോടാ ഇല്ല അതുകൊണ്ടാ പതുക്കാനൊക്കെ നോക്കിയാലൊക്കെ ജാദു ആണല്ലോ ജാദു ഞാൻ ചേച്ചി നല്ല ലാൻഡിങ് വെച്ചാണ് നട്ടിട്ടില്ലല്ലോ അത് മതിയില്ലേ സാർ താങ്ക് യു പേടിച്ചിട്ട് ചെയ്യണം ഇന്നത്തെ അവസ്ഥ കണ്ടാ മൊത്തം മാറിയൊക്കെ കണ്ടാ നമുക്കിതേപോലെ മണാലിയിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പോയ അമ്പലം കണ്ടില്ലേ ഇതിനവസ്ഥ കണ്ടാ നോക്കിയാൻ മൊത്തം ക്ലൈമറ്റാണ് മാറി കണ്ടാ ഉണ്ട് ഇതേ മുദാസിർ ബ്രോ ഇവിടെ ക്ലീനിങ് മോഡില്ല. എന്താ പറയാ മൊത്തം ജാതി വൈബനായിട്ടാ രക്ഷയില്ലാത്ത എന്താ പറയാ ഇവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലേ കാരണം ഇവർക്കത് ഇവരുടെ ലൈഫല്ലേ. സോ ഇന്നലെ രാത്രി തന്നെ തുടങ്ങി ക്ലീൻ ചെയ്യാൻ ഇത് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലേ അങ്ങനത്തെ അവസ്ഥയാ. നോക്കിയാൻ ആ മാലയും ഇതാണ് ശരിക്കും കാശ്മീർ കേട്ടാ സ്വപ്നങ്ങളിൽ കണ്ട കാശ്മീരി കണ്ടാ നോക്കിയാൻ അമ്മയൊക്കെ നിൽക്കണം നോക്കിയാൻ എന്താ പറയാ വേറൊരു ഫ്രെയിമിലാണ് നിൽക്കണം കേട്ടോ. ഒരു ഉറക്കം കഴിഞ്ഞപ്പോഴോ കാണുന്ന കാഴ്ചയാട്ടത് നോക്കിയാൻ നമ്മുടെ റൂം കണ്ടില്ലേ ഇതേ ഫുള്ളും മഞ്ഞിൽ കുളിച്ചിട്ട് നിൽക്കണ കണ്ടാ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ടാടാ നിൽക്കണം കണ്ടാ ആളിപ്പോഴും തട്ടിക്കൊണ്ടിരിക്കുക. ഇതേ ചേട്ടാ കുടിക്കുന്ന ആംബിയൻസ് നോക്കിയാ നിങ്ങൾ എന്താ പറയാ ഹോ ഇപ്പൊ ശരിക്കും ഒന്ന് കളറായിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഗുൽമാർഗ് പോകാണ്ട്. ഗുൽമാർഗിന്റെ അവസ്ഥ എന്താണെന്നറിയില്ല. ഞാൻ ആളോട് പറഞ്ഞിരുന്നു അപ്പോൾ റോഡ് എന്തായാലും ഓപ്പൺ ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഗുൽമാർഗ് പോവാം. നാളെ അങ്ങനെ നമ്മൾ നാട്ടിൽ പോവാട്ടാ. ഇന്നത്തെ ഗുൽമാർഗ് പോവും പിന്നെ സ്റ്റിക്കർ അടിക്കും അത്രേ ഉള്ളൂ. ശരിക്കും മഞ്ഞ് വന്നു കഴിഞ്ഞാൽ വേറെ ഫീൽ തന്നെയാട്ടാ കാണാൻ. ഡാലിലേക്കൊക്കെ ശരിക്കും എന്താ പറയാ നോക്കിയാ നിങ്ങള് നിൽക്കണ ഫ്രെയിം കണ്ണൊക്കെ എന്താ പോലെ കേട്ടാ തുറക്കാൻ വെയിലടിച്ചിട്ട് കണ്ടാ എവിടെ നോക്കിയാലും ശരിക്കും ഇതല്ല ഈ സൈഡിക്ക് ഞാൻ കാണിച്ചിട്ടാ. അതെ എനിക്ക് ഇഷ്ടപ്പെട്ട വ്യൂ ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് പറയാണ്ട് കുറച്ച് കണ്ടാ നോക്കിയാൻ. ഓ നമുക്കിത് ചായ കൂടി കഴിഞ്ഞാൽ മെല്ലാനും വിടാം. നമ്മുടെ ആശാന്റെ അവസ്ഥ എന്താണെന്ന് ഓരോ ഐഡിയ എന്തായാലും അവിടെ പോയിട്ട് കാണാം കേട്ടാ. അപ്പൊ ചായ കുടിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് കാണാം. ഇനി അങ്ങനെ എല്ലാവർക്കും ഒരു സ്മൈൽ ബിഗിൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ. അതെ അതൊന്നും പോയിട്ടൊന്നുമില്ല. ക്ലൈമറ്റൊക്കെ അതുപോലെ തന്നെ ഞാൻ കാണിച്ചില്ല നേരത്തെ ജോൺസ് കണ്ടിട്ടുണ്ട്. നേരത്തെ ജോൺസ് നല്ല ഉറക്കമായിരുന്നു. ഞാൻ എന്തോ ഒരു ഭയത്തിന് എനിറ്റു. നീ അവിടെ കിടന്ന് ഉറങ്ങിയതില്ലേ മോനെ ഞാൻ കാണിച്ചു. അതെ നമ്മൾ പ്ലാൻ പിന്നെയും ചേഞ്ച് ആക്കിയിട്ടുണ്ട്. കാരണം ഈ ഗുൽമാർഗ് നമ്മൾ പ്ലാൻ ആക്കിയാണ്. ഗുൽമാർഗ് പോകാനുള്ള റോഡ് ക്ലോസ്ഡാ ഗുൽമാർഗ് പോകാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും ഗുൽമാർഗ് പോകണില്ല. ഇവിടെ ഒരു ഓൾഡ് സിറ്റി ഉണ്ട്. അപ്പോൾ ഓൾഡ് സിറ്റി ഒന്ന് കവർ ചെയ്യാം. പിന്നെ സ്റ്റിക്കറിങ് നമ്മൾ എന്തായാലും ചെയ്യണം. അപ്പം എന്തായാലും നേരത്തെ ഞാൻ കാപ്പിയല്ല ചായല്ല കുടിച്ചേ ഇതേ കാപ്പിയാ. കാരണേ എന്താ പറയുക നല്ല രീതിയിൽ തണുപ്പാട്ടാ. -1 ആട്ടാ -1. അപ്പോൾ നാളെ ആവും നമ്മൾ ഗുൽമാർഗ് പോവാം. മറ്റന്നേ ആവും നമ്മൾ ഇവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് തെറിക്കുക കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ഇങ്ങനെ പോട്ടാ. കാരണം ആ റോഡ് മഞ്ഞ് മൂടിയിട്ട് ക്ലോസ്ഡാ. അതുപോലെ ശ്രീനഗറിലേക്ക് വരാനുള്ള ജമ്മു ശ്രീനഗറിലേക്കുള്ള റോഡും ക്ലോസ്ഡാ. ഇപ്പോൾ മണാലിയിലും നല്ല സ്നോയാന്ന് പറഞ്ഞു. നമ്മുടെ നിജാസിക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മണാലി തട്ടേടില്ലേ ആളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തം ഈ ഒരു മറ്റേ എന്താ പറയുക മണാലിയും ഇവിടെയൊക്കെ മൊത്തം ബ്ലോക്ക്ഡാന്ന് പറഞ്ഞു കേട്ടു. പ്രത്യേകിച്ച് ജമ്മുന്ന് കാശ്മീർ വരുന്ന റൂട്ട് ക്ലോസ്ഡാ. ഇവിടെ ഇവർ പറഞ്ഞതേ മറ്റേ കാശ്മീരി ലാംഗ്വേജ് കേട്ടോ. എനിക്കാണൊരു ABCD അറിയില്ല. എൻ്റെ ഹിന്ദി പറയുന്നില്ല. ആവശ്യത്തിന് എല്ലാം പിടിച്ചേക്കാൾ ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ കയ്യിലുണ്ട് ആവശ്യത്തിനുള്ള മരുന്ന്.
നാളെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഉണ്ടെങ്കിൽ മാത്രമാവും നമ്മൾ 2 എപ്പിസോഡായി കാണിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഓൾഡ് സിറ്റിങ് അതുപോലെ നാളത്തെ നമ്മുടെ ഗുൽമാർഗ് കാഴ്ചകൾ ഒരുങ്ങി കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നും കൂടിയും നമ്മുടെ സ്മൈൽ ബീൻസിൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനേ നൈസായിട്ട് ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് കടന്നു കേട്ടോ. അവിടെ പിള്ളേരെ സ്നോ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നോക്കിക്കോട്ടാ. അതെ കണ്ടാ, ഇവരുണ്ടാക്കിയതാ പിള്ളേർ. ഇത് പോകണണ്ട, അവരുണ്ടാക്കിയതാനാ. നോക്കിയേ, ഇതരാവോ जादू करने बोली मैंने. जादू 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 जादू. आपका नाम क्या है बॉय? हाँ अनश. ओ भाजी എന്ത് ക്യൂട്ടല്ലേ അവനെ കാണാൻ. നോക്കിയേ അനഷിനെ. ബായ്. ജാദു പോണണ്ട, ജാദു. രണ്ട് ചേച്ചി വന്നു. അതെ പിള്ളേർ ഇതേ ഫോട്ടോ എടുക്കാം അവർക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ട്. കണ്ടാ ഫോട്ടോ. ഇവർക്കിതേ മഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ നമ്മുടെ നാട്ടിൽ പിള്ളേർ കളിമണ്ണ് കളിക്കില്ലേ, കളിമണ്ണുകൊണ്ട് ഓരോണ്ടാക്കിയിട്ട് അത്ര പറ്റുള്ളവർക്ക്. അല്ലാണ്ട് വേറെ അവർക്ക് എങ്ങോട്ട് പോകാൻ പറ്റുക കണ്ടില്ലേ, ഒക്കെ വെള്ള ചുറ്റും കണ്ടില്ലേ, ഒന്നും കാണാനില്ല അവിടെ, മഞ്ഞ് മൂടിയിട്ടായിരിക്കണേ കണ്ടില്ലേ. ഇവൻ ശരിക്കൊരു ജാദു ലുക്കാ. അനാസ് അനാസ്. നീ എന്ത് തേങ്ങയാണോ പറയണേ, എന്തൊക്കെയോ പറയണ്ടവൻ. ഇവനെ നല്ല രീതിയിൽ ഹിബ്രു അറിയാന്ന് പറഞ്ഞാട്ടോ, മറ്റേ ഇസ്രായേൽ ലാംഗ്വേജ് ഇല്ലേ, അത് നന്നായി സംസാരിക്കുന്നു പറഞ്ഞ. അതെ അതുപോലെ അതെ ഫിഷിങ് ചെയ്യുന്നുണ്ട് അപ്പാപ്പൻ. മീൻ കിട്ടിയെന്ന് പറയണ ആൾക്ക് വരണം. കണ്ട കണ്ടാണ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. He got one, right? Yeah, this big one. Shooter on sir. Sumi. See, he got one of them. ഇയാൾക്ക് വേറെ രണ്ട് കിട്ടിയിട്ടുണ്ട്, രണ്ടാമത് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ പറ്റുള്ളൂ, അല്ലാണ്ട് ഇവിടെ എന്താ ചെയ്യ പോസ്റ്റാ. അതെ അങ്ങനെ നമ്മൾ ഫുൾ പാക്ക് ആയിട്ടുണ്ട്. അതെ നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാ. അതെ ജോൺസൺ അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ ജാക്കറ്റ് ഇട്ടണതേ, ജാക്കറ്റ് ഇട്ടത് അവിടെ ഈ പോണ ഗുൽമാർഗില്ലേ, ഗുൽമാർഗിൽ പറഞ്ഞ പോലെ എന്താ ഭയങ്കര മഞ്ഞും ഇതൊക്കെ കൊള്ളാം. അതുകൊണ്ടാണ് നമ്മളിതൊക്കെ ഇട്ടേക്കണേ. നമ്മൾ ഓൾഡ് മണാലി പോകാനാണ്, അല്ല ഓൾഡ് മണാലി ഇവിടെ ഓൾഡ് മാർക്കറ്റ് ഉണ്ടായിരുന്നു കാശ്മീരി, അപ്പോൾ അവിടേക്ക് പോകാനാണ് നമ്മൾ പ്ലാൻ ഇട്ടേ. പക്ഷേ നമ്മുടെ വസീം ബ്രോ ഉണ്ട് ഇവിടെ. ഈ ബ്രോ ഏടാ. Hello sir, how are you? Hope everything is okay. So if you need any kind of a help when you reach Kashmir, so you can buzz me. My number is 9469025304. I love Keralian people. Halal. നമ്മുടെ ഈ വസീം ബ്രോയാണ് നമുക്ക് ഇവിടെ എത്തിച്ച ആൾ. ഫുൾ പവറാ വസീം ബ്രോ. എങ്ങനെ എനിക്ക് കണക്ഷൻ കിട്ടിയെന്ന് വെച്ചാലേ സഞ്ചാരി ട്രാവൽ ഫോറം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് ഞാൻ ഇട്ട ഒരു ഫോട്ടോ അപ്രൂവ് കിട്ടിയപ്പോൾ ആളെനിക്ക് കമൻറ്റ് ചെയ്തു കാശ്മീർ എത്തുമ്പോൾ വിളിച്ചോളാൻ പറഞ്ഞിട്ട്. അങ്ങനെ വിളിച്ച് വന്നതാട്ടോ. അത് കാരണം ഭയങ്കര ഹെൽപ്പായി. ശരിക്കും നമ്മളൊരു ചേട്ടൻ്റെ പോലെ, ലൈക്ക് മൈ ബ്രദർ ബോത്ത്. വസീം ബ്രോ. Yes bro. Tell me something about your houseboat bro. It's world famous stay accommodation here in Dal Lake. So whoever wants to come, you are most welcome to our houseboat, namely by Cubic. And there's running a Facebook page, Cubic Group of Houseboats by Tourist Houseboat. So you can visit, no problem. We are here. We're our brothers, family. You can feel at family here. Thank you. ശരിക്കും എന്താ ഒരു ഫാമിലി തന്നെയാണ്. നമ്മുടെ ആളുടെ അമ്മയുണ്ട് ഇവിടെ, പിന്നെ ആളുടെ മക്കൾ ഫാമിലി ഒക്കെ ഉണ്ട്. പക്ഷേ ഫാമിലി ഇപ്പോൾ പുൽവാമ പോയിക്കുക, ആളുടെ വൈഫ് ഹൗസ് അവിടെയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്കിനി നമ്മുടെ ബോട്ടിന് വേണ്ടി വെയിറ്റിങ്ങാ. ബോട്ട് എവിടെയും കാണാനില്ല. ഇത് വേറെ പരിപാടിക്ക് വന്ന ടീമാട്ടോ ആളാ. പിന്നെ അവിടെ നിന്ന് നമ്മൾ ബോട്ട് തന്നെ വിളിക്കണം, അതായത് ഷിക്കാർ വിളിക്കണം. എന്നിട്ട് നമുക്ക് വേണം പോവാം. ജോൺസൺ ഓണല്ലേ നീ? ഓ എന്താല്ലേ, ജാക്കറ്റിൻ്റെ മുകളിൽ ഉള്ളിൽ ടീഷർട്ട്, പിന്നെ ജാക്കറ്റ്, പിന്നെ ജാക്കറ്റ്, അല്ലാണ്ട് പറ്റില്ല. പിന്നെ ഇതിനുള്ളിൽ പിന്നെ വേറെ ഒരു ഗ്ലൗവും കൂടി ഇടും. അപ്പോൾ നമുക്ക് പോവാം. ഇനി ഇവിടെ നമുക്ക് ഗുൽമാർഗ് പോകണം കേട്ടോ. ഇന്ന് മൊത്തം ഗുൽമാർഗ 1.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് ഇവിടുന്ന്. 55 കിലോമീറ്ററാണ്. അപ്പോൾ അങ്ങനെ അപ്പം ഇനി നമുക്ക് ഷിക്കാര വന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകണ കാഴ്ച കാണാം. ഓക്കെ, നമ്മുടെ വണ്ടി അവിടെ ഉണ്ടോ ആവോ? അല്ല ജോൺസേ, വണ്ടി ഉണ്ടാവില്ലേ ഏകദേശം? വണ്ടി ഉണ്ടാവും. അപ്പം അങ്ങനെ ചേട്ടാ കാശ്മീർ പൂവ്
അതിൻ്റെതായ വിത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ അതെ പൂക്കളുടെ വിത്തൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് കിട്ടുന്ന അത് നമുക്ക് എന്താ പറയാ എല്ലാവരും നമ്മളെ കാണുമ്പോ പ്രത്യേകിച്ച് നമ്മള് ജാക്കറ്റിലല്ല നിൽക്കണേ പോണവരൊക്കെ ഓരോ സാധനങ്ങൾ വന്ന് കാണിച്ചോണ്ടിരിക്കുക. നമ്മുടെ വഞ്ചി വന്നിട്ട് നേരത്തെ കണ്ട ആൾ തന്നെയാട്ടാ, ആളിവിടെ പോസ്റ്റ് ചെയ്ത് നിൽക്കായിരുന്നു വേറൊരാളെ കാത്തിട്ട്. അപ്പൊ നമ്മൾ എടുത്തത് അപ്പൊ പോവാ നമുക്ക്. അപ്പാപ്പരുന്ന് കാശ്മീർ ഹുക്ക വലിക്കാട്ടാ കണ്ടാ നോക്കിയാ. ഇത് ഇത്തിരി ഹെവി ഡേഞ്ചർ ബോട്ടാട്ടാ, ഇത് ഷിക്കാരല്ല. ഇത്തിരി ഡേഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനോ ഇവനെ അങ്ങോട്ട് വേണ്ടി ചെരിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു കണ്ടാ. ആൾക്കൊക്കെ സിമ്പിളായിട്ടിരിക്കണേ നോക്കിയാൽ. ആ പിന്നെ കുറച്ച് ATM നിന്ന് കാശ് എടുക്കുക എന്നിട്ട് തെറിക്കുക കേട്ടാ. ഇനി ആളതെ നമ്മുടെ ഈ ബ്രോനെ അവിടെ ഡ്രോപ്പ് ചെയ്യണം ബസ് സ്റ്റാൻഡിൽ. അപ്പോൾ ആൾ വരുന്നത് നമ്മുടെ ഗുൽമാർഗിലേക്ക്. അപ്പോൾ ആൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ടൺമാർഗ് എന്ന സ്ഥലമുണ്ട്, അവിടെ എത്തിയിട്ട് നമ്മൾ ബൈക്കിലാവാൻ ചാൻസ് ഇല്ല പോകാൻ, കാരണം ബൈക്ക് കടത്തി വിളിയ മുകളിലേക്ക്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമ്മൾ എന്താ പറയുക ജീപ്പിലാ താറില അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുള്ളൂ, അല്ലെങ്കിൽ ജിപ്സിയിൽ. അപ്പോൾ എന്തെങ്കിലും കാശ് എടുത്തിട്ട് ഇനി റൂട്ടിൽ കാണാം. വസീം ബ്രോ ഓട്ടോറിക്ഷയിൽ പോയി, കാരണം ത്രിബിൾ അടിക്കുന്ന റിസ്ക് എന്ന് പറഞ്ഞ ബൈക്ക് ആൾക്കൊരു പേടി. അപ്പോൾ നമുക്ക് വിടാം. ഇനി ഇവിടെ 55 കിലോമീറ്റർ ഉണ്ട് ഗുൽമാർഗ് കുടിക്കാം. അതെ വെയിൽ വന്നു തുടങ്ങി, കുറച്ച് വെയിൽ എളുപ്പല്ല. അല്ലെങ്കിൽ എന്താ പറയാ മഴക്കാരുണ്ട്, അതുപോലെ ഇടയ്ക്ക് വെയിൽ പോവാ. ഇനി ഇവിടെ 30 കിലോമീറ്റർ ഉണ്ട്, 30 കിലോമീറ്റർ. എന്താ പറയാ മൊത്തത്തില് കളറാ മൂക്കിന്നൊക്കെ ഇങ്ങനെ വിളിച്ചിട്ടേ ഭയങ്കര ബുദ്ധിമുട്ടാ. നമ്മളിപ്പോ ഹൈവേ കയറിട്ടാ, റൈറ്റില് കണ്ടില്ലേ മഞ്ഞൊരു കീഴില് വെള്ളാട്ടാ നിൽക്കണ കണ്ട റൈറ്റില്. നമുക്ക് സ്ട്രൈറ്റ് വിടാൻ ഒരു 30 കിലോമീറ്റർ കൂടി. അങ്ങനെ നമ്മള് ഗുൽമാർഗ് റോഡ് കയറിട്ടാ, കാശ്മീർ റോഡിൽ നിന്ന് ഉണ്ടല്ലേ. ലെഫ്റ്റിലൊക്കെ മഞ്ഞ് കയറി തുടങ്ങിട്ടാ, ദൂരെ കാണാം ശരിക്കും നല്ല മഞ്ഞുണ്ട്, അതുപോലെ മഴക്കാരുണ്ട് നൈസായിട്ട് കണ്ടില്ലേ. ലെഫ്റ്റിലേക്ക് നോക്കിയാൽ വീടുകള്, ആൾക്കാരൊക്കെ മറ്റേ ഫാരറ്റാണ്. അങ്ങനെ നമ്മളിതിപ്പോൾ ഗുൽമാർഗ് എത്തുമ്പോഴേക്കുള്ള ടങ്മാർഗ് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടാ. ദേ അവിടുത്തെ വ്യൂ കണ്ടില്ലേ, ദേ നോക്കിയോട്ടോ ഉള്ളു മഞ്ഞ. മഴക്കാരവിടെ ഉണ്ട്, എന്താവോ. ഇന്നലെ കുറച്ചും കൂടി മഞ്ഞ വരുന്ന പറഞ്ഞേ. വയ്യണ്ടാ തണുക്കണല്ലേ. ഞങ്ങൾ പിന്നെ കുറെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ലേ ടീഷർട്ട് ജാക്കറ്റൊക്കെ 2 ഉള്ള കാരണം, പക്ഷെ കൈമയ്ക്ക് കാൽമയ്ക്കാണ് തണുപ്പ്. ഉള്ളിൽ 2 ഗ്ലൗ ആട്ടാ, എന്നിട്ട് തണുക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് നടക്കാം. നമുക്ക് ഗുൽമാർഗിലേക്ക് ബൈക്കിനെ അലൗഡ് അല്ല എന്ന് പറഞ്ഞേ, കാരണം റോഡ് മൊത്തം സ്നോയാണ്. അങ്ങനെ പറയണേട്ടാ. നമുക്കിനി മണാലിയിൽ പറ്റിയ പോലെ ആവാൻ പാടില്ലല്ലോ, പരമാവധി നമ്മളവിടെ നോക്കും. പിന്നെ നമ്മുടെ ഇപ്പം വസീം ബ്രോ വരുന്നുണ്ട്, അപ്പോൾ ആള് ടങ്മാർഗിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞേ. ഇതിലിടയ്ക്ക് മറ്റേ ആപ്പിൾ മരങ്ങളുണ്ട് കേട്ടോ കുറച്ച്. സമ്മതിക്കണില്ല എവിടെ ജീവിക്കണവരൊക്കെ. എൻ്റെ പൊന്നോ എളുപ്പല്ല ഇത്. ശരിക്കേ സ്നോ ആയി തുടങ്ങണല്ലോട്ടാ, ശരിക്കും ആയി തുടങ്ങിയിട്ടില്ല. ഡിസംബർ അവസാനം ആകുമ്പോഴാണ് ശരിക്കും ഇവിടെ ഒക്കെ എന്നറിയാന്ന് പറഞ്ഞവര്. കണ്ടില്ല അവിടെ നോക്ക്, അവിടെ മേഘം അടിയിലേക്ക് ഇറങ്ങി നിൽക്കണേ. നമുക്ക് ഇനി ഒരു കട പിടിക്കാം, കട അത് നല്ലത് കേട്ടാ. നമ്മുടെ വണ്ടി ഇവിടെ ഫുൾ പവറിലായിരിക്കണേ, കണ്ടില്ലേ നോക്കിയാൽ. ഒരു പ്രശ്നമില്ല ആൾക്ക്, സ്റ്റാർട്ടിങ് ട്രബിൾ പോലില്ല കേട്ടോ. ഒറ്റ കിക്കിങ്ങിലാണ് സ്റ്റാർട്ടാവണ വണ്ടി. ചോക്ക് വലിക്കുക അടിക്കുക. പിന്നെ പണിതപ്പോൾ കുറച്ചും കൂടി ഉഷാറായി ആശാൻ. അതവര് പറഞ്ഞത് വണ്ടി കയറ്റാൻ പറ്റില്ല ഉള്ളിലേക്ക്, സ്കിഡാവുന്നു. അപ്പൊ അവിടുന്ന് സിം എടുത്തിട്ട് പോവാം നമുക്ക്.
ഇത് ടങ്മാർന്ന് പോയ സ്ഥലം കേട്ടാ, ടങ്മാർഗ്. കറക്റ്റ് ഇപ്പോൾ ടങ്മാർഗ് എത്തിയിട്ടാ. നമ്മൾ നേരത്തെ നിർത്തിയത് 1 കിലോമീറ്റർ മുന്നേ. ഇവിടുത്തെ പാർക്ക് നോക്കിയേ നിങ്ങൾ, നോക്കിയേ ഇതൊക്കെ പാർക്കാട്ടോ. ഇപ്പൊ നോക്ക് എങ്ങനെ കളിക്കാനാ. അപ്പൊ കണ്ടില്ലേ ഇതൊക്കെ ടങ്മാർഗിലത്തെ കാഴ്ചകൾ കേട്ടോ. നോക്കിയേ മേഘത്തിന്റെ കളർ നോക്കിയ ഇടയിൽ, വെള്ളയുടെ ഇടയിൽ നീല കണ്ണ. കാലില്ലേ ശരിക്കും, കാലും കൈയും ശരിക്കും നമുക്ക് എന്താ പറയാ പറ്റാണ്ടുണ്ട്. ഇനി നമുക്ക് കണ്ടില്ലേ ഇവിടെ ഒക്കെ മറ്റേ സുമ ഇത് ജിപ്സി. ഇനിയാണ്ട് നമ്മുടെ ബൈക്ക് കയറ്റാൻ പറ്റില്ല. നമ്മളെ വരുമ്പോൾ ലോക്കൽസ് തടഞ്ഞു. അണ്ട് പറഞ്ഞു ഷൂട്ട് ചെയ്തിട്ട് വന്നോ, പക്ഷെ റിട്ടേൺ വരണം ഗുൽമാർഗിലേക്ക് ബൈക്ക് അലോഡല്ലാന്ന് അവർ പറഞ്ഞു. വസീം ബ്രോ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പറയണതാണെന്ന് വിചാരിച്ചേ. പക്ഷെ ഇവിടെ അലൗഡേ അല്ല എന്ന് പറഞ്ഞത്. ഇവിടുത്തെ ലോക്കൽസിന് മാത്രമാണ് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മുടെ കേരള രജിസ്ട്രേഷൻ അല്ലേ, എന്തായാലും നമുക്ക് വസീം ബ്രോ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇവിടുത്തെ ഐറ്റംസ് നോക്കിയാൽ ചെക്കൻ്റെ കണ്ണ് നോക്കി നിങ്ങൾ, എൻ്റെ പൊന്നെ കണ്ണുണ്ട് അവൻ്റെ, അവൻ പേടിച്ച് കണ്ടില്ലേ എന്തൊക്കെ ഐറ്റംസാ ഇത് നമ്മൾ കണ്ടില്ലേ ഇന്ന് ശ്രീനഗറിൽ തന്നെ ആ ഒരു മാർക്കറ്റിൽ. അത് മൊത്തം ഇവിടുത്തെ ആൾക്കാരുടെ കൾച്ചറിനെ വേറെ കേട്ടോ. എന്താ പറയാ സുമ ഇവിടുത്തെ മെയിൻ ടൂറിസത്തിൻ്റെ പാർട്ടാണ് ഈ സുമ ഉള്ള കാരണം അവർ ജീവിക്കണേ പകുതി പേര്. അവൻ്റെ കണ്ണ് കണ്ടില്ലേ പച്ച കളറിലെ കണ്ണ്. ചായ വന്നിട്ടുണ്ട്, നല്ല തണുപ്പായി തുടങ്ങി. ഇവിടെയൊക്കെ മൈനസ് ആട്ടാ, -3 മൈനസ്. ഇപ്പോൾ എന്താ പറയാ കുറെ പറയണമെന്നുണ്ട്, പക്ഷേ പറ്റില്ലേ പറയാൻ. നാളെ ഇപ്പം അങ്ങനെ നമ്മൾ ഇവിടേക്ക് പോവാം, കാശ്മീരിൽ നിന്ന് നമ്മൾ ജമ്മുവിലേക്ക് പോവാം. കഴിഞ്ഞു, നമ്മൾ തിരിച്ചിറങ്ങാണ്ട. നമ്മൾ മുംബൈ വഴിക്ക് പോകാൻ പോണേ. കുറേ പ്ലാൻ ഇട്ടുണ്ട്, എന്താണെന്നറിയില്ല. കാരണം വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് വെച്ചിട്ടാ വിചാരിച്ചത്. അല്ലെങ്കിൽ പിന്നെ ബാംഗ്ലൂർ കൂടി അങ്ങനെ പോയിരുന്നു. അത് നല്ല കിടല റൂട്ടാണ്. ഇത് ഗോവ കൂടി തന്നെ പോണേ. വസീം ബ്രോ വരുന്നവരവിടെ പോസ്റ്റാ കണ്ടില്ലേ, ഏതെങ്കിലും ബസ്സിൽ വരിക കിടി. ഓ എന്താന്നടാ അല്ല നമ്മൾ അറ്റം മുട്ടിണ്ട് ഇവിടെ. ഇപ്പൊ നാളെ തൊട്ട് നമ്മൾ തിരിച്ചിറങ്ങാം. നമ്മള് അടിയിലേക്ക് പോവാ, വീട്ടിലേക്ക് വരാനുള്ള പരിപാടി. വേഗം കവർ ചെയ്ത് പോവാ. പിന്നെ കൊറേ ദിവസമായി നമ്മുടെ എങ്ങനെ പോലും 45 ദിവസം കഴിഞ്ഞിട്ടുണ്ടോ. നമ്മളിത് എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ സ്റ്റേ അടിച്ച് ഒരു ദിവസം തട്ടി മുട്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു കസോളിൽ പോയി. ഇപ്പോൾ കസോളിൽ തന്നെ നിന്നിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് പോകാണ്ടേ. നമ്മൾ കസോളിൽ തന്നെ 3 ദിവസം സ്റ്റേ, മണാലിയിൽ 4 ദിവസം സ്റ്റേ, ശ്രീനഗറിൽ തന്നെ നമ്മളിപ്പോൾ 4-ാം ദിവസമായി. ഒരു ദിവസം നമ്മൾ വ്ളോഗിന് വേണ്ടിയിട്ട് കളയുകയാണെങ്കിൽ ഒരു ദിവസം നമ്മൾ എൻജോയ് ചെയ്യും ഓണായിട്ട്. അങ്ങനെ നമ്മൾ ചെയ്യണ്ടായിരുന്നത്. അല്ല ഈ ട്രിപ്പ് കേരള ടു കാശ്മീർ എത്തുന്നവരെ അങ്ങനെയായിരുന്നു, മനസ്സിലായ. അപ്പോൾ നാളെ നമ്മൾ ജമ്മുന്ന് അല്ല ഈ ശ്രീനഗറിൽ നിന്ന് രാവിലെ 8 മണിക്കുള്ളിൽ ഇറങ്ങണം, അല്ലെങ്കിൽ മഞ്ഞ് ഹെവി ആവും, അല്ലെങ്കിൽ മഴ കിട്ടും. അപ്പോൾ 8 മണിക്കുള്ളിൽ നമ്മൾ നാളെ ശ്രീനഗർ വിടും എങ്ങനെ പോയാലും. അപ്പോൾ ഇതിനറ്റ നമ്മുടെ അതായത് ഗുൽമാർഗാണ്. ഇതല്ല, ഇത് ടങ്മാർഗാണ്. ഈ ടങ്മാർഗിൽ നിന്ന് ഒരു 10 കിലോമീറ്ററിന് അടുത്തുണ്ട് ഗുൽമാർഗിലേക്ക്. 12 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കേരള ടു കാശ്മീരിൻ്റെ ഏറ്റവും അറ്റടിച്ചു കേട്ടോ. കാർഗിലും ലേലഡാക്കൊക്കെ പോകണമെന്നുണ്ടായിരുന്നു കാർഗിൽ കയറിയിട്ട്. പക്ഷേ ഞാൻ കാർഗിലേക്ക് കയറാൻ നിൽക്കണില്ല. പക്ഷേ ഞാൻ കയറാൻ നിൽക്കണില്ല കേട്ടോ. കാരണം കാർഗിലേക്ക് ഇപ്പോൾ ബൈക്കേഴ്സിനെ അലൗഡല്ല, ഓൺലി ഹെവി വെഹിക്കിൾ മാത്രമേ കയറ്റാൻ പറ്റുള്ളൂ. കാരണം ഇതിനേക്കാൾ കണ്ടില്ല, ഇവിടെ തന്നെ കണ്ടില്ലേ ബൈക്ക് കയറ്റാൻ സമ്മതിക്കില്ല. അപ്പോൾ കാർഗിലൊക്കെ ചിന്തിക്കാൻ പറ്റില്ല. കാർഗിൽ -8 അതുപോലെ. അപ്പോൾ മെയിനായിട്ട് ഈ ടൈമിൽ ആരും വരാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഈ ടൈമിലൊക്കെ വരാണെങ്കിൽ മാക്സിമം ശ്രീനഗർ വരെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ അറ്റ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനി ഗുൽമാർഗ് കൂടെ എത്തി കഴിഞ്ഞാൽ നമ്മൾ പതുക്കേനെ അവിടെ നിന്ന് ഇറങ്ങും. കാരണം തണുപ്പ് കൂടി തുടങ്ങി. സമയം 2 മണി. 2 മണി വരെ ക്ലൈമറ്റ് നോക്കി നിങ്ങൾ. ഇങ്ങനെയാ പോസ്റ്റാട്ടാ ആള് വരുന്നവരെ. ഞാൻ നേരെ ആളെന്ന് വിളിക്കട്ടെ, എന്നിട്ട് എവിടെ തിരിഞ്ഞ് ചോദിക്കാം. അത് നല്ലത്. 3/4 മണിക്കൂറായി നമ്മൾ പോസ്റ്റ് തന്നുകൊണ്ടിരിക്കുക വസീം ബ്രോ. അപ്പോൾ നമ്മളൊരു ചായ കുടിക്കാൻ വെച്ചു. ഞാനിവിടെ നോക്കിയപ്പോഴേ ഒരു സ്പെഷ്യൽ കളർ, ഒരു പിങ്ക് കളറിലുള്ള ചായ.
അത് നോക്കിയപ്പോൾ അവർ ചോദിച്ചപ്പോൾ കാശ്മീരി ചായയാണ്. പിന്നെ അത് നോക്കാമല്ലോ, അത് കുടിക്കുമ്പോഴേക്കും എത്തും. മെസ്സേജ് ചെയ്തിട്ടുണ്ട് 10 മിനിറ്റ് എത്താന്ന്. അപ്പോഴേക്കും ഒരു കാശ്മീരി ചായ കുടിക്കാൻ വെച്ചു. അപ്പോൾ ഒരു കാശ്മീരി ചായ കുടിക്കട്ടെ. नमकीन चाय ചേട്ടാ ഈ കളർ കണ്ടാ ഇങ്ങനെ ചായ കണ്ടാ? ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് പറയട്ടെ. ഇതിലേ പല ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടാ. ഇഞ്ചിയുടെ ഫ്ലേവർ ഉണ്ട്, അതുപോലെ എന്താ പറയാ ഇത് ഉപ്പാ. ഇവർക്ക് കുഴപ്പമില്ല, പക്ഷെ ഇത് ഉപ്പാട്ടാ. मेरे को मिट्टी चाहिए बस. आप इसमें चीनी डाल सकते हो. हाँ नहीं കാരണം ജിഞ്ചർ ഇട്ടുണ്ട്, അതിൽ ഉപ്പിട്ടുണ്ട്. എൻ്റെ അമ്മോ ചായ പോലും എന്താ മിട്ടി പഞ്ചസാര ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണത്തിൻ്റെ പഞ്ചസാരയുടെ ഉപ്പിൻ്റെ ഉണ്ട്, അതുപോലെ എന്താ പറയുക ഇഞ്ചിയുടെ ഉണ്ട്. 3 ഫ്ലേവേഴ്സിലാണ് കാശ്മീർ ചായ കിട്ടാട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തിപ്പോൾ നമുക്ക് സാധാരണ ചായ മതി, അല്ല കാശ്മീർ ചായ അതിൽ മറ്റേ ഇത് പഞ്ചസാര ഇട്ടത്. നമ്മുടെ ആളെത്തിണ്ട് കേട്ടാ, വസീം ബ്രോ. പോസ്റ്റിന്റെ അങ്ങേറ്റം തന്നിട്ട് ആളെത്തിണ്ട് വരുന്നു. അപ്പോൾ ആൾക്കും കൂടിയും ഒരു ചായ പറഞ്ഞിട്ടുണ്ട്, കാശ്മീരി ചായ. ആൾ കുടിച്ച് മറ്റേ സാധനം കൂട്ടോ. 3 എണ്ണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തം കിട്ടിയാ എന്നുണ്ട്. ഏക്ക് ഇതർ ഇതൊക്കെ പോയി. കാശ്മീരി ചായനാ? കാശ്മീരി ചായനാ ഇതിലേ വൈജി? ഇത് പിങ്ക് കളറല്ലേട്ടാ. മറ്റേ ഉപ്പിൻ്റെ നമുക്ക് വരാന്ന് പറയാം ഇവിടെ. ഉപ്പിൻ്റെ പിങ്ക് കളറാ. ഇത് സാധാരണ കളർ ചെയ്യാട്ടാ. ഇതെന്ന് വെച്ചാലേ ഒരു മസാല ഇട്ടുണ്ട്, അപ്പം അതിൻ്റെ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. പക്ഷെ മറ്റേത് ഭയങ്കര അലമ്പ് സാധനം കേട്ടോ, നമുക്കൊന്നും പറ്റില്ല. ഭയങ്കര ഉപ്പുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, വേറൊരു ഫ്ലേവറും വരുന്നുണ്ട്. അത് കുറച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കുടിക്കില്ലേ, അത് അങ്ങനത്തെ ഒരു സാധനം. ഒരു പ്രത്യേക മസാല മറ്റേ ഉപ്പിന്റെ സാധനം വേണ്ട വെച്ചിട്ടാ ഞാൻ കുടിച്ചു നോക്കിയത്. നീ കുടിച്ചു നോക്കിയാ? എൻ്റെ അമ്മേ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട ടേസ്റ്റ് മോനെ. എന്നിട്ട് നൈസായിട്ട് ഇനി ചായ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുൽമാർഗ് വിടാം. ഇവിടുന്ന് 10 കിലോമീറ്റർ ഉണ്ട് ഗുൽമാർഗ്. ബൈക്ക് നമ്മുടെ ഇവിടെ എവിടെയെങ്കിലും വെക്കും, പേയാൻ പാർക്കിൽ എവിടെയെങ്കിലും വെക്കും. എന്നിട്ട് സേഫ് ആക്കിയിട്ട് പോകുള്ളൂ. നമ്മുടെ ബസീം ബ്രോ വാങ്ങിയാണ് എന്താ കാണാം, പിങ്ക് കളറാ. സൂക്ഷിച്ച് നോക്കി കാണാം. Hello, finally we reached Tangmarg. So it's Noon Chai, type of a Kashmiri chai, famous Kashmiri chai. There is a 2 chais. One is a Lepton chai and another was a Noon chai. Namkeen chai. Namkeen chai, mix with namak, salt. ചേട്ടാ മെയിൻ ഗല്ലിയാട്ടാ. ഇവിടുന്ന് ഗുൽമാർഗിലേക്ക് പോകണമെങ്കിൽ ഈ വണ്ടികളിലല്ലാണ്ട് പോകാൻ പറ്റില്ല കേട്ടോ. അപ്പം നമ്മുടെ വണ്ടി ഏകദേശം ഇതാണെന്ന് തോന്നുന്നു. അപ്പം നിനക്ക് കയറിയിട്ട് കാണാം കേട്ടോ. ഒരാൾക്ക് 150 രൂപ പറഞ്ഞേ ഗുൽമാർഗ്. റിട്ടേൺ തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ 150 രൂപ ഒരാൾക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും 1200 സംതിങ്ങിന് പോകും. ഒന്നുകൂടി ബാർഗൻ ചെയ്യാട്ടാ. നമ്മൾ ഈ ഒരു നോർത്ത് കടന്നു കഴിഞ്ഞാൽ പരമാവധി ബാർഗൻ ചെയ്യുക. അതിന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹിന്ദി അറിയണമെന്നില്ല, ഇംഗ്ലീഷ് അറിയണമെന്നില്ല. എന്തെങ്കിലുമൊക്കെ ഒരു മുറി ഇംഗ്ലീഷും മുറി തമിഴും, അല്ലെങ്കിൽ മുറി തമിഴല്ലേട്ടാ, ഒരു മുറി ഹിന്ദി മതി നമുക്ക് പിടിച്ചേക്കാം. Now we are reached in Tangmarg, so we are going to Gulmarg. Approximately Tangmarg to Gulmarg is approximately 10-12 kilometers. So wish us best of luck. Okay, thank you. ആളുടെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുക. ആളുടെ ഒരു പണിയത്. അപ്പം ഞാനങ്ങനെ ക്യാമറയുടെ മുട്ടിച്ച് കൊടുക്കും. ആളെ ഇടയ്ക്കിടയ്ക്ക് തുടങ്ങും. നമ്മളിപ്പോൾ നമ്മളിവിടെ എത്തി. അപ്പം ഞാൻ പിന്നെ എന്താ പറയുക, നമുക്ക് റൂം ഒപ്പിച്ച് എന്തായാലും എത്ര വില കുറവിന് വിത്ത് ഫുഡ് എന്താ ചെയ്യുക. ഈ നമ്മുടെ ഈ ഹൗസ് ബോട്ടിന് ഞാൻ പറഞ്ഞില്ലേ 700 രൂപയ്ക്ക് അങ്ങോട്ട് ചെയ്തു തരണവൻ. 800 പറഞ്ഞു, 700 സംതിങ്ങിന് നമ്മുടെ വണ്ടി കിട്ടിയിട്ടാ കയറാം. ഇനി അവിടെ തിരി കാണാം, കയറല്ലേ മനസ്സേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇനി ഷൂട്ടിങ് വെറുപ്പിക്കലാവും. അപ്പോൾ ഗുൽമാർഗ് എത്ര കേട്ടോ. വഴി കണ്ടില്ലേ, ഈ പറഞ്ഞ പോലെ തന്നെ ആടാ. കാറുകൾ മാത്രമല്ല, ഒറ്റ ബൈക്കില്ല. ലോക്കൽസിൻ്റെ പോലും ബൈക്ക് കയറ്റി വിടണില്ല. മനസ്സിലായാ? നോക്കിയാൻ 5-8 ആൾക്കാരിൻ്റെ അവിടെ അതിൻ്റെ ഉള്ളിൽ കണ്ടാ. നോക്കിയാൻ അല്ലേ മനസ്സേ. നമുക്ക് കറക്റ്റാ സുമ കിട്ടിയത്. മണാലിക്ക് നമ്മൾ സുമ കിട്ടി നമുക്ക്. ശരിക്കും ഈ വഴിയുടെ ഭംഗി കണ്ട, ലെഫ്റ്റിലും റൈറ്റിലും കാണുന്ന ഇത് കണ്ട മരങ്ങൾ, അതിൻ്റെ ശരിക്കും ഭംഗി കൊടുക്കണം. ഇനി കണ്ട നോക്കിയാൻ. നമുക്ക് മണാലി പോകുമ്പോൾ ഒരു ഇത്രയും കിട്ടിയില്ലല്ലേ മനസ്സേ. കുറവായിരുന്നു. ഇവിടെ ഉണ്ടാ നോക്കിയാൻ എന്താ രസം. സിനിമകളിലും കണ്ടിട്ടില്ലേ അങ്ങനത്തെ റൂട്ടായി പോകും. ഗുൽമാർഗ് എന്ന സ്ഥലത്തെത്തിണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ മൊത്തം സ്നോ എന്ന് വെച്ചാലേ മഞ്ഞില്ലാത്തൊരു ഏരിയ ഇല്ല എന്ന് പറയാം. കണ്ടാ സംഗതി അവർ പറഞ്ഞു തരാടാ. ഒരാൾ പോലും ബൈക്കിൽ വന്നിട്ടില്ലടാ.
ഒക്കെ ഈ പറഞ്ഞ പോലത്തെ സുമോ ജിപ്സി താറ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ സ്കോർപ്പിയോ കണ്ടില്ലേ നോക്കിയാൽ എവിടെ നോക്കിയാലും മങ്ങുക. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, അതുപോലെ കുറേ ഷൂട്ടിംഗ് നടന്നിട്ടുള്ള ഏരിയയാണ് ഇതും സോനാമാർഗൊക്കെ. മനസ്സിലായാ? സോഫ്റ്റ് തന്നെയാട്ടാ നോക്കിയാൻ. ഓ ശരിക്കൊരു ഹെവൻ ലുക്കാട്ടാ നോക്കിയാൻ. വേറെ വൈബ് തന്നെയാട്ടാ. നോക്കിയാ നിങ്ങൾ മണാലി ഞങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് തന്നെയാട്ടാ. ഇവിടെ മേഘം കണ്ടില്ലേ, ആണ് വേറെ കളർ കൊടുത്ത കണ്ടാ. നോക്കിയാൻ ഞാൻ ഫുൾ ഫ്രെയിമോടെ കാണിച്ചു തരണേ. റൗണ്ട് 360 ഞാൻ കറങ്ങണം. നോക്കിയാൻ കൊറോണ പേഷ്യൻസ് ഭയങ്കര റയറാ കൊറോണ, അതിനാണ് ആരും മാസ്ക് വയ്ക്കാത്തട്ടാ. നോക്കിയാൻ ആ ജോൺസേടാ എന്താണ് നടക്കണ സ്കിഡ് ഉണ്ടല്ലോ നീ. അയ്യോ വേടി ബസിമ്രോ ആ അവിടെ ഇന്നാള് ആളുടെ മുമ്പിലേക്ക് ക്യാമറ ചപ്പനെ ആള് തുടങ്ങും. വെൽക്കം. ആ മേഘം നിൽക്കണ നോക്കി എൻ്റെ പൊന്നോ, വേറെ വൈബിൽ നിൽക്കണല്ലേ മേഘം. നോക്കി നീ എന്താ എന്നിട്ട് ആൾക്കാർക്ക് വല്ല കുറവുണ്ടോ? ഒക്കെ പക്ക ടീമാ ഇവിടെ. ആൾക്കാരൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക ലൈഫ്. പ്രത്യേകിച്ച് ഈ ഗുൽമാർഗ്, സോനാമാർഗ്. കാശ്മീർ വന്നിട്ട് സോനാമാർഗും അതുപോലെ ഗുൽമാർഗ്. സോനാമാർഗ് പക്ഷെ നമ്മൾ കവർ ചെയ്യണില്ല, അതിന് ടൈമും ഇല്ല, അത് കാരണം നമ്മൾ കവർ ചെയ്യണില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇവരെ റെഫർ ചെയ്തപ്പോൾ ഗുൽമാർഗാണ് കമ്പാരിറ്റീവ്ലി സൂപ്പർ എന്ന് പറഞ്ഞത്. പിന്നെ അടുത്താണ്, അത് 100 കിലോമീറ്ററാണ്, ഇത് 50 കിലോമീറ്റർ ഉള്ളൂ. സൂര്യൻ വന്നിട്ടുണ്ട് നൈസായിട്ട്. സൈക്കിളുണ്ട് അവിടെ, സൈക്കിള് റെൻറ്റിന് എടുക്കാം. 100 രൂപ ജസ്റ്റ് റൗണ്ട് എടുത്ത് തിരിച്ചു വരാൻ 1 ഹവറിന്. കത്തിയാ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ ടൂറിസത്തിൻ്റെ പാർട്ടല്ലേ, എന്നാലും പറയാൻ ഇരിക്കാൻ പറ്റില്ലേ. വേറെ വൈബാട്ടോ. കണ്ടാ ഇതൊക്കെയാണ് ശരിക്കും ഇവിടുത്തെ ഭംഗി വരണേ. കണ്ടില്ലേ ഈ ഒരു ചെടികളാണ് നിറച്ച് റൂട്ടിൽ. കണ്ടാ ഇതേട്ടാ വഴികൾ ഇതിനാക്കണം. കണ്ടാ നോക്കിയാൻ നമ്മുടെ സെയിം എന്താ JCB പോലത്തെ സാധനം, വേറൊരു പറ്റ കണ്ടോ. എൻ്റെ പൊന്നു ഇതൊക്കെ ഇന്ത്യയിൽ തന്നെയാന്ന് പറയുമ്പോഴാണ് രസം. ഇരിക്കണുണ്ടോ നോക്കിയാൻ. ഇതൊക്കെ ഉണ്ടോ അവിടെ ഈ സ്നീ റൈഡിങ് കണ്ടാ. ഫുൾ പവറാ കണ്ടാ, ആളിങ്ങനെ വലിച്ചോണ്ട് കണ്ടാ. എത്ര ഉള്ളത്? 100 രൂപ ചേട്ടാ, 100 രൂപ. അതെ നോക്കിയാണല്ലേ മക്കളെ. നീ ഇത് പിടിച്ചാ ഞാൻ നോക്കിയാണ് കാര്യമായിട്ട് പറഞ്ഞ. നമ്മളെ നോക്കി നടന്നില്ലെങ്കിൽ വെരി ഡേഞ്ചർ ആട്ടാ. നോക്കിയാൻ എല്ലാവരും നടക്കണേ. സിംബ്രോ ബി കെയർഫുൾ. കാരണം നമുക്ക് പോലും ഇത് കൺട്രോൾ പറ്റില്ല. അങ്ങനെയാ റോട്ടിൽ നടക്കണ അത്ര എളുപ്പമല്ല, ഫുൾ മഞ്ഞിൽ നടക്കാൻ. പക്ഷെ ഇവിടെ ഭയങ്കര ഹാർഡ് മഞ്ഞാ, അതാണ് സ്കിഡ് ആവണേ. മണാലിലത്തെ മഞ്ഞില്ലേ ഭയങ്കര സോഫ്റ്റാ, ഇവിടെ ഭയങ്കര ഹാർഡ്. ഭയങ്കര ഹാർഡ് എന്ന് വെച്ചാൽ ഭയങ്കര ഹാർഡ്. നോക്കിയാൻ അങ്ങനെ ഗുൽമാർഗ് കണ്ടുട്ടാ. First time, bhai? Yeah, first time. Yeah. Finally, we reached Gulmarg. It's going to be a good spending a quality time here. So, if you need any kind of help, I tell you earlier, you can buzz me anytime. Okay, good luck. Of course, bro, of course. And അവൻ പിന്നെ അങ്ങനെ അവനെ സെറ്റ് ചെയ്തോണ്ടിരിക്കുക. നോക്കിയാൽ കണ്ടില്ലേ, ഫാമിലീസ് അല്ല കുട്ടികളല്ല എല്ലാം അവർ വന്നിട്ട് എൻജോയ് ചെയ്തിട്ട് പോവാട്ടാ. കണ്ടില്ലേ വരണേ പ്രാവ്. ആണോ പോണേ? ഓക്കെ പോയി. 100 രൂപ ഒന്നാ ഒരു ക്യാറ്റത്തിന് ഇവിടെ വരെ ഒഴുകി വരാം. 100 രൂപ. പിന്നെന്താ പറയണ്ടേ, മൊത്തം എന്താ പറയാ, ഞാൻ നിൽക്കണ ആംബിയൻസ് നോക്കി നിങ്ങൾ പറയാൻ വേഡ്സില്ലാന്ന് പറയില്ലേ, അങ്ങനെ സ്റ്റക്കാ. എന്തെങ്കിലുമൊക്കെ ഒരു വട്ടെങ്കിലും കണ്ടോളൂ അതൊക്കെ. ഈ ഒരു സ്ഥലം എന്തോ ഭാഗ്യത്തിനോ എനിക്ക് പറ്റി. ഇനി ഇല്ല, ഇനി നമ്മൾ നാളെ തിരിക്കുക. അത് കാരണം ഭയങ്കര മിസ്സിങ് ശരിക്കും ഇതൊക്കെ നോക്കിയത്. കണ്ടാ അവിടെ എത്ര നേരം മതിയാവില്ലല്ലോ. കണ്ടാ ഒരു ഏരിയ മൊത്തം കണ്ടാ ഇനിയുണ്ട്. വേറെ കളറല്ലേ. ജോൺസിനും വസീം ബ്രോനും കാണാനില്ല. അവൻ വിളിച്ചോണ്ടായിരുന്നു. ജോൺസും അവനും കൂടി എങ്ങോട്ടോ ഫോട്ടോ എടുക്കാനാ തോന്നുന്നുണ്ട് പോയാണ്.
വാസി ബ്രോ കിട്ടി പിള്ളേരെ കണ്ടെത്തിട്ടാ. മധ്യാവണില്ലേ ജോൺസാ മഞ്ഞിൽ കളിച്ചിട്ട് ലാസ്റ്റത്തെ കളിച്ചോ. നാളെ പോണാരേ ഞാൻ പിന്നെയും പറയാം, ഭയങ്കര വിഷമാ നാളെ പോണേന്. പിന്നെ നമ്മൾ 1.5 മാസമൊക്കെ അതിൽ വന്നിട്ട് അല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭാഗ്യം വേണ്ട മക്കളെ, കൊതിപ്പിക്കല്ലേ ഞാൻ. കണ്ടില്ലേ ഇതേ ഞാൻ കോട്ടൊക്കെ ഊരി ഫ്രീ ആയിട്ട് മൊത്തത്തിൽ ലാസ്റ്റ് ഒരു സ്നോയുടെ പരിപാടി അല്ലേ. ഉയ്യോ നിങ്ങൾ നോക്കിയേ എൻ്റെ കാല് പോയതാണ്ടാ. ഇവിടെ എത്ര ഹെവി ഡേഞ്ചർ വൈബാട്ടാ. അവിടെ വാസിം ബ്രോ മറ്റേ ഇതിലേ പോയിക്കൊണ്ടിരിക്കുക, FB ലൈവ്. ആളുടെ ഹൈ സ്പീഡാ ഉണ്ടെന്നാ ഞാൻ വെറുതെ പറഞ്ഞാണ്. ആളുടെ FBയിൽ പോയിക്കൊണ്ടിരിക്കുക ലൈവ്. മേഘാണ് വേറെ വൈബായിട്ട് എനിക്ക് പിന്നെയും പറയാനുള്ള കേട്ടോ. അപ്പോൾ നമ്മൾ വിടാൻ പോവാട്ടോ. അവിടെ വരെ ഒന്ന് നടന്നിട്ട് നേരെ തിരിച്ച് ശ്രീനഗർ പോവും. കാരണം ഈ ഒരു ക്ലൈമറ്റ് നോക്കണടാ, അടിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല, അങ്ങനത്തെ തണുപ്പാ. ഇപ്പം നമുക്ക് വെയിലുള്ള കാരണം വലിയ കുഴപ്പമില്ല. അപ്പോൾ HT സെറ്റ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാ ഈ ഒരു വ്യൂ കണ്ടില്ലേ. HT സെറ്റ് അതുപോലെ 2 സ്ട്രോക്ക് ക്ലബ്ബ് ഇവിടെയുള്ള എല്ലാ ക്ലബിനും, സ്മോക്ക് ക്രൂസ് അങ്ങനെ എന്താ 2 സ്ട്രോക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാ ക്ലബിനും ഇത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാ. ഓക്കെ, കേരള ടു കാശ്മീർ ഇവിടെ അവസാനിക്കാട്ടാ. കാശ്മീർ അപ്പോൾ അത്ര ഉള്ളോ. നോക്കിയ വ്യൂ കണ്ടില്ലേ, ചിന്തിക്കാണ്ട് മക്കളെ, ചിന്തിക്കാൻ കണ്ടാ. അപ്പോൾ HT സെറ്റ് മെമ്പേഴ്സിന് ഒന്നുകൂടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാട്ടാ ഈ ഒരു ട്രിപ്പ് വിത്ത് നമ്മുടെ സ്വന്തം ആർച്ചെൻഡർമാൻ കേട്ടാ. നോക്കിയാൻ ഇപ്പോൾ നോക്ക് മറ്റേ വെയിൽ പോയിട്ടാ കണ്ട. എന്താ പറയുക മറ്റേ ഒരു വേറെ ഫീല് ശരിക്കും. അപ്പോൾ അതെ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ. നമ്മൾ അങ്ങോട്ടൊന്നും പോകണില്ല ഇനി, ഒക്കെ മഞ്ഞിൻ്റെ ഓരോരോ ഐറ്റംസ് തന്നെ. നമ്മൾ പക്ഷേ ആക്ടിവിറ്റീസ് ചെയ്യണില്ല. കണ്ടില്ലേ എന്തൊരു കഷ്ടപ്പെട്ടവനെ കൊണ്ടുവരണേ, 2 പേര് ലെഫ്റ്റ് റൈറ്റ് എന്നിട്ട് കൊണ്ടുവരണേ. കണ്ട ഭയങ്കര ഡേഞ്ചറാട്ടാ. പെട്ടെന്ന് ലൈറ്റ് പോയി, ഇനി തണുപ്പ് കൂടി തുടങ്ങും. ഞാൻ ജാക്കറ്റ് അവിടെ ഊരി വെച്ചേക്കാം. അപ്പോൾ അത് ഒന്നുകൂടി കാണിച്ചു തരാട്ടാ മക്കളെ, ലാസ്റ്റത്തെ കാശ്മീർ വ്യൂ ഗുൽമാർഗിലത്തെ കേട്ടോ. അതെ നോക്കിയേ എല്ലാവരും അടിച്ചു പൊളിച്ചോണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ലേലടക്ക റൂട്ട് പോയെങ്കിൽ ഇങ്ങനത്തെ വ്യൂ കിട്ടിയന്നെ, കുറേ മേഘങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. നമുക്കപ്പോൾ തിരിക്കാം, കാരണേ 3:30 കഴിഞ്ഞു. 4 മണി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് തിരിക്കാം. വസീം ബ്രോ ചലോ നീ ചേരാ. കണ്ടാ ഇതൊക്കെ അവസ്ഥ. അപ്പോൾ പോവാട്ടാ. ഇനി നമുക്ക് വണ്ടിയിലോട്ട് എത്തിയിട്ട് കാണാം. ഇനി ശ്രീനഗർ എത്തുമ്പോൾ എത്ര മണിയാവോ? 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട റൂട്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം എല്ലാവരും ഇവിടെ വരാൻ ശ്രമിക്കുക കേട്ടാ. കാശെന്ന് പറഞ്ഞിരിക്കോ, നടക്കില്ല ഒന്നും. ഓൺസ പോവാ, നമ്മൾ അവിടേക്കൊന്നും പോകണില്ല കേട്ടാ. കാരണം അവിടേക്ക് പോയിട്ട് കാര്യമില്ല, ഇതൊക്കെ ആക്ടിവിറ്റീസ് തന്നെ. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകണില്ല. ഇനി നൈസായിട്ട് കോട്ടിടണം കണ്ടാ. താങ്ക് യു. ഇവിടെ പേടിച്ചിട്ട് ചെയ്യണട്ടാ നോക്കിയാൽ. എന്താ പിള്ളേരെ കട്ടിച്ച് പൊളിച്ചോണ്ടിരിക്കട്ടാ, വേറെ വൈബില് നമുക്ക് നടക്കാം. കാരണം മൂക്ക് നന്നായിട്ട് ഒലിക്കുന്നുണ്ട്. മൂക്കൊലിപ്പോൾ രക്ഷയില്ല. ഇവന്മാർക്കൊരു കൂസല്ലേ ഇവർ എന്താ പറയുക, ഈ ഒരു തണുപ്പൊന്നും നോക്കണ്ട ഇവർ കച്ചവടം ചെയ്യണേ. ഇവിടെയുള്ളവർ ഇവിടെ അടിവാരത്തായിട്ട് കുറേ എന്താ പറയുക വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ചെറിയൊരു ഗ്രാമം എന്നും പറയാൻ വേണമെങ്കിൽ. മെയിനായിട്ട് സ്പോട്ടിങ് എന്താ കേട്ടോ ഗുൽമാർഗിലത്തെ കണ്ടാ. നമ്മൾ വന്നപ്പോൾ വെയിലുണ്ടായിരുന്നു. പോവാം. ആക്ടിവിറ്റീസ് ഒന്നും നമ്മൾ ചെയ്യാൻ തന്നിട്ടില്ല കേട്ടോ, ഒന്നും തന്നെ സമയമില്ല. പിന്നെ അതുകൊണ്ട് മാത്രമേ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാത്ത. നല്ല പ്രൈസാണ് പറയണം, നല്ല റേറ്റ്. നല്ല കത്തിയാ അല്ലാണ്ട് പാക്കേജ് 10,500 2,000 രൂപയ്ക്ക് പറയണേ. ഒരെണ്ണം മാത്രമായിട്ട് എളുപ്പമല്ല, 300 രൂപയ്ക്ക് പറയണേ ഒരാൾക്ക്. സോ നമ്മൾ ബഡ്ജറ്റ് ഫ്രീ ആയി കാരണം നമ്മൾ ചെയ്യാത്ത. ഓക്കെ, നിങ്ങളൊക്കെ വരികയാണെങ്കിൽ ചെയ്തോളൂ കേട്ടോ, ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തോളൂ. കപ്പിൾസൊക്കെ വന്ന് നോക്കിയാൽ എല്ലാവരും ധൈര്യമായിട്ട് പോകുന്നോട്ടോ. നോക്കിയാൽ പോണാണ്ടാ ഒരു
നോക്കി നടക്കണ്ട ഇവിടുന്ന് അങ്ങോട്ട് തണ്ടലുത്തി വീഴും ചിലപ്പോ. കാരണേ ഭയങ്കര ഡേഞ്ചറാ. വരുമ്പോ ഞാൻ ഒരു വട്ടം വീണു. ഓ അയ്യോ പോവാ പോവാ നോക്കിട്ടേ നടന്നില്ലേ പണി പാളും. ഞാൻ പതുക്കെ നടക്കാൻ എന്താ വെച്ചാലേ പറ്റില്ല, അതുകൊണ്ടാട്ടാ. പതുക്കണക്ക് നോക്കിയണക്ക് വില പറ്റിയാ. ഞാനും പോണ്ട്. ഇത് നൈസായിട്ട് ഡേഞ്ചറാട്ടാ. പിന്നെന്താ പറയാ, പിന്നൊരു നോക്കിയാടാ. വെരി ഡേഞ്ചർ, വെരി ഡേഞ്ചർ. അയ്യോ അപ്പൊ ബൈ ബൈ ഗുൽമാർഗ്. അപ്പൊ നമ്മൾ പോവാട്ടാ. ഭയങ്കര ഡേഞ്ചർ, ഭയങ്കര ഡേഞ്ചർ. സൈഡ് 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 കേറാൻ ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ. ഇത്തിരി വെരി ബുദ്ധിമുട്ടാ. കണ്ട ഇവിടെ 2 മിനിറ്റ് ക്യാമറ വെച്ചാൽ ഒരു 3-4 വീഴ്ച കാണാം. കണ്ടാ കേറാൻ വണ്ടി കയറ്റാൻ വലിക്കുന്ന പോലെ അതും കൈ വെക്കുക, അന്നേരം ഇവിടെ കേറാം. നോക്കണ്ട്. ഓ വണ്ടി നോക്കിയ മക്കളെ, പൊളി പൊളി പൊളി. ഏതാ വണ്ടി ഇത്? ബാജി അച്ചകാടി അച്ചകാടി ഫ്രം കേരള. വണ്ടി നോക്കിയ നിങ്ങള്, എന്റെ പൊന്നു വേറെ വൈബ്. ഇങ്ങനെയൊക്കെ പണിത് പറഞ്ഞ കൊണ്ടുവരുന്നുണ്ട്. എന്ത് കൊതിയാവണ്ടാ? ഡ്രീമാട്ടാ, അടുത്ത ഡ്രീം അത് കണ്ടില്ലേ. അങ്ങനെ ആ കാറും പോയി. താറല്ലടാ അത്, താറ് നല്ല രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ടോ. നല്ല രീതി വെച്ചാൽ നല്ല രീതിയിൽ എല്ലാവരും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. കാരണം കണ്ടോ വെയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റില്ല, അമ്മാര് തണുപ്പ് കയറും. അതുകൊണ്ട് വാടാ പോവാ. അപ്പൊ കഴിഞ്ഞോട്ടാ, ഗുൽമാർഗ് കഴിഞ്ഞു. നാളെ നമ്മള് ഇവിടുന്ന് പോവാ, കാശ്മീർ പോവാ. അല്ല കാശ്മീർ അല്ല, കേരള പോവാ. കാശ്മീരിൽ നിന്ന് വരണേ മയില്. കേരള പോട്ടെ നാളെ. ഇനി പതുക്കെ പതുക്കെ എത്താൻ പറ്റല്ലോ. എല്ലാ സ്ഥലങ്ങളും നമ്മൾ പിന്നെയും കവർ ചെയ്യുന്നുണ്ട്. നമ്മളിവിടുന്ന് നേരെ പോണത് പഞ്ചാബ്, അവിടെ കാണാൻ കണ്ടിട്ട് പഞ്ചാബിൽ നിന്ന് നേരെ അവിടെ നിന്ന് രാജസ്ഥാനിൽ നിന്ന് മുംബൈയിൽ നിന്ന് ഗോവയിൽ നിന്ന് കേരള. നമുക്ക് ഇവിടെ എന്തെങ്കിലും എഴുതാൻ പറ്റും നോക്കി നോക്കട്ടോ. കടക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഉയ്യോ സ്മൈൽ ബിഗിൻസ് എന്നൊക്കെ എഴുതാൻ പറ്റുമോ? സ്മൈല് ബിഗിൻസ് ഞാൻ എഴുതുന്നുണ്ടാ. ഇത്രയ്ക്ക് പറ്റുള്ളൂ. ഭയങ്കര പൊടി ഇതാട്ടാ. കണ്ടാ ഇത്ര ഉള്ളൂ. സോഫ്റ്റ് വെച്ചിട്ട് ഭയങ്കര സോഫ്റ്റ് ആണ്ടാ. എത്തി നമ്മുടെ മെയിൻ ഗേറ്റ്. ഇതുകൊണ്ട് ഈ കടക്കള ഗേറ്റ് കേട്ടോ. അതേ വണ്ടി സെർച്ചിങ് കണ്ടില്ലേ. ഇതേ നമ്മൾ ഉദ്ദേശിച്ച പോലെ പെട്ടെന്ന് കിട്ടില്ല. ഒരു എന്താ പറയുക, ഒരു ട്രിപ്പ് ഇവിടേക്ക്, ഒരു ട്രിപ്പ് അവിടെ നിന്ന് അങ്ങോട്ട്, അങ്ങനെയാണ്. പെട്ടെന്ന് കിട്ടില്ല, കുറച്ച് നേരം നടക്കണം. കണ്ടില്ലേ ഇവിടെ നിന്ന് നേരെ പോയാലേ വേറൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും മഞ്ഞ തന്നെ. നമ്മൾ പക്ഷെ പോകണില്ല. പോകണ്ടല്ലോ അവിടെ ആ അതന്നെ. ഈ കാണുന്ന ലുക്കാവില്ല ചേട്ടാ അടിയിലെത്തുമ്പോൾ. ഭയങ്കര ഇട്ടോ നോക്കിക്കോ നിങ്ങൾ. അപ്പം നമ്മൾ ഇവിടെ നിർത്തണം. ഇതേ വണ്ടി പിടിക്കുക, അടി പോവാ. ഈ ഏരിയ മൊത്തല്ലേ മിലിറ്ററിയുടെ കൺട്രോളാട്ടാ. അത് കാശ്മീർ മൊത്തം അങ്ങനെ തന്നെയാ. കണ്ടില്ലേ എന്തിട്ട് ആംബുലൻസിലെ വണ്ടി നോക്കിയാൽ ലോക്കാക്കടാ. ലോക്കൽ ബസ് കയറിയേക്കാം. സൂമിൽ നോക്കിട്ട് കാണാനില്ല. അപ്പൊ ലോക്കൽ ബസിന്റെ എക്സ്പീരിയൻസ് നമുക്ക് തന്നെ കിട്ടിട്ടാ. നോക്കി നീ സിമ്പിൾ ആയിട്ടില്ലേ വണ്ടി എല്ലാം ബൈക്കുമല്ലേ നമ്മള്. കാരണം നമുക്ക് ഇതിൽ നിൽക്കാൻ വേണമെങ്കിൽ ഒരു ഇതുണ്ട്. മറ്റേ മൊത്തം കൺജസ്റ്റഡ് ആയിരുന്നു. ഇവിടെ അതിങ്ങനെ ഇരിക്കണ്ടേ ഞങ്ങള് ഈ ഒരു ഗ്യാപ്പിൽ ഇടുങ്ങിയിട്ട് എളുപ്പല്ല.
ഇത് 10 രൂപയുടെ കേസുള്ളൂ നമ്മുടെ നാട്ടിലത്തെ പോലെ. 10 രൂപ ഉള്ളോ? മറ്റേത് ഒരാൾക്ക് 50 രൂപ ആയിരുന്നു കേട്ടോ. അത് 50 രൂപ 150 രൂപ ആയിരുന്നു അല്ലേ? 150 അല്ലേ? ആ അപ്പൊ ഇതിന് ഇവിടെ നിർത്തി ഒരു 1/4 മണിക്കൂർ കടിയിലെത്താൻ. നമ്മുടെ വണ്ടി കണ്ടില്ലേ? ആരോടുത്ത് കാനൽ തള്ളേക്കാ. ബസ് ഇറങ്ങി വന്നപ്പോ കണ്ടതാ നമ്മുടെ വണ്ടി കണ്ടില്ലേ ഇരിക്കണേ. ആരേലും വെച്ച് നമ്മളിങ്ങനെ നേരെ വെച്ച് പോയതാ. ഇപ്പൊ കുഴപ്പമില്ല. വസീം ബ്രോ പോവാട്ടാ. വസീം ബ്രോ അപ്പോ താങ്ക് യു ബ്രോ. താങ്ക് യു. Best of luck for your future journey. And anytime, any kind of help you need, please buzz me. Carolyn people, love you. താങ്ക് യു ബ്രോ. താങ്ക് യു. അപ്പോൾ ചങ്ക് ബ്രോ പോവാട്ടോ. ഞാൻ ആളുടെ നമ്പർ കൊടുക്കാം, മുദാസിറിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും കാശ്മീർ വന്ന് വിളിക്കാം കേട്ടോ. ജോൺസൺ പോവല്ലേ? ഓക്കെ സി ബ്രോ. അപ്പോൾ ഇനി ശ്രീധരത്തിൽ കാണാം. വരുന്നുള്ള റൂട്ട് നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഇനി ശ്രീധരത്തിൽ കാണാം. ഓക്കെ. നമുക്ക് ഇരുട്ടാകുമ്പോഴേക്കേ നേരെ റൂം ഓടിക്കാം. കാരണം തണുപ്പ് കൂടി തുടങ്ങി. നൈസ് മഴക്കാരുണ്ട്. അങ്ങനെ നമ്മൾ എത്തിയിട്ടാ. നല്ല തണുപ്പ് വെച്ചാൽ നല്ല തണുപ്പ് കിട്ടി, ചെറിയ മഴയും കിട്ടി നമുക്ക്. അതുപോലെ ഇനി നാളെ നമ്മൾ ശ്രീനഗറിൽ നിന്ന് വിടാട്ടാ. നമ്മൾ തിരിച്ച് ജമ്മു പോവാം. എൻ്റെ അവിടെ നിന്ന് നേരെ നാട്ടിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഗുൽമാർഗായിരുന്നു. പെറ്റനമലൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്മൈൽ ബിഗിൻസിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, ബെൽ ബട്ടൺ എനേബിൾ ചെയ്തോളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനി നാളെ നമ്മൾ ശ്രീനഗറിൽ നിന്ന് വിടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേരള ടു കാശ്മീരിൻ്റെ മെയിൻ പാർട്ടായിരുന്നു കാശ്മീരി ശ്രീനഗർ. അത് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി കാർഗിലൊന്നും പോകാൻ നിൽക്കണില്ലേ, അവിടെ മൊത്തം മഞ്ഞ. അപ്പോൾ അങ്ങനെ. അപ്പോൾ നാളെ കാണാൻ ഇനി കേട്ടോ.